വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊൽക്കട്ടയിൽ പോയപ്പോൾ എൻ്റെ സുഹൃത്തായ മലയാളി ഭാസ്കർ, അടിമുടി CPM കാരനാണ് അദ്ദേഹം കണ്ണൂർ സ്വദേശി കൂടിയാണ്. അദ്ദേഹവും ഞാനുമായി അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലിരുന്ന് സംസാരിച്ചു. അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൽക്കട്ടയിലെ ഒരു ഓഫീസ്, അത് CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസായിരുന്നു. വൈകുന്നേരങ്ങളിൽ അദ്ദേഹം പോയിരിക്കുന്നത് അവിടെയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം 15 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്ന ശേഷം ആ ഓഫീസ് ഒരു രാത്രി അവരങ്ങ് കൈയടക്കി. പിന്നീട് ആ ഓഫീസ് തുറക്കാൻ CPMന് സാധിച്ചില്ല. അത് തൃണമൂൽ ഓഫീസായി മാറി. ഇന്ന് അതേ ഭാസ്കർ, 65 വയസ്സുള്ള ഭാസ്കർ, എന്നെ വിളിച്ചു പറഞ്ഞു, സഖാവേ, ആ ഓഫീസ് നമ്മൾ തുറന്നു. ആ ഓഫീസ് തുറന്നു. അതൊരു സൂചനയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പശ്ചിമ ബംഗാളിലുടനീളം തൃണമൂൽ കോൺഗ്രസ് കൈയടക്കിയ 500ഓളം പാർട്ടി ഓഫീസുകൾ, നമ്മുടെ പാർട്ടി ഓഫീസുകൾ നമ്മൾ തുറന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ പതനത്തിന് തുടക്കം. ബംഗാളിൽ ചുവപ്പ് വസന്തം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ CPM മുഖ്യ പ്രതിപക്ഷമായി മാറും. അതിനുള്ള സൂചനകളാണ് കണ്ടു തുടങ്ങുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ, അന്ന് സുവേന്ദു അധികാരിയായിരുന്നു, ഇപ്പോഴത്തെ BJP മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയായിരുന്നു മമതാ ബാനർജിയുടെ വലങ്കൈ. അവരുടെ നേതൃത്വത്തിൽ CPM ഭരണത്തെ തകർത്ത് തൃണമൂൽ അധികാരത്തിൽ ഏറുമ്പോൾ CPM പ്രവർത്തകർക്ക് നേരെ അഴിച്ചുവിട്ടത് വ്യാപകമായ അതിക്രമങ്ങൾ. CPM കുടുംബങ്ങളിലെ സ്ത്രീകളെ തൃണമൂൽ ഗുണ്ടകൾ മാറി മാറി ബലാത്സംഗം ചെയ്തു. ഗ്രാമങ്ങളിൽ, നന്ദിഗ്രാമിലും സിന്ധൂരിലും ഒക്കെ. അതിനെയൊക്കെ കൈയും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ CPMന് അന്ന് കഴിഞ്ഞുള്ളൂ. കാരണം മമതയെ ധിക്കരിക്കാൻ ഭയമായിരുന്നു. മമതയ്ക്ക് പിന്നിൽ വലിയൊരു ശക്തി അന്ന് ഉണ്ടായിരുന്നു. മാവോയിസ്റ്റുകളും CPM പ്രവർത്തകരും, അങ്ങനെയുള്ള തീവ്ര ശക്തികൾ. പിന്നീട് മമത അധികാരത്തിൽ വന്നപ്പോൾ മാവോയിസ്റ്റുകളെയും CPI-ML പ്രവർത്തകരെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കി. മമത ഏകാധിപത്യത്തിലേക്ക് ബംഗാളിനെ കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞ ഒരു വലിയ വാക്കുണ്ട്. CPM അധികാരത്തിൽ ഇരുന്നപ്പോൾ മമതാ ബാനർജിക്ക് കൊടുത്ത സ്വാതന്ത്ര്യമാണ് തൃണമൂലിനെ അടിച്ചൊതുക്കാൻ ശ്രമിക്കാതിരുന്നതാണ് തൃണമൂലിൻ്റെ ഈ തേർവാഴ്ചയ്ക്ക് കാരണമായി മാറിയത്. CPMൻ്റെ MLA തെരുവീഥിയിൽ വെടിവെച്ച് കൊന്നു തൃണമൂലുകാർ. CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ക്രൂരമായി ആക്രമിച്ചു തൃണമൂലുകാർ. അവരെല്ലാവരും കേരളത്തിലേക്ക് അഭയം തേടി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ ജോലിക്ക് നിൽക്കുന്ന ദയനീയമായ കാഴ്ച കണ്ടു. CPMൻ്റെ ജില്ലാ സെക്രട്ടറി, മുർഷിദാബാദ് ജില്ലാ സെക്രട്ടറി കൂലിപ്പണിയെടുക്കുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ അവരെല്ലാം തിരിച്ച് മടങ്ങിയിരിക്കുന്നു. സുവേന്ദു അധികാരത്തിലേറിയപ്പോൾ CPMന് ഒരു പുതിയ ഉണർവ് ലഭിച്ചിരിക്കുന്നു. CPMൻ്റെ ക്രോസ് വോട്ടിംഗ് അത് BJPക്ക് വീണതാണ് BJPയുടെ വിജയത്തിന് ആധാരം. അത് സുവേന്ദു അധികാരിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേറിയ ഉടൻ തന്നെ ആദ്യത്തെ പരസ്യം CPM മുഖപത്രമായ ഗണശക്തിക്ക് കൊടുത്തത്. ഗണശക്തിക്ക് സർക്കാർ പരസ്യം കൊടുക്കരുതെന്ന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു മമതാ ബാനർജി എന്ന ഏകാധിപതി. പക്ഷേ സുവേന്ദു അധികാരി അധികാരത്തിലേറിയപ്പോൾ ആദ്യം പരസ്യം കൊടുത്തത് BJP പത്രത്തിനല്ല, CPM പത്രത്തിനാണ്. സുവേന്ദു അധികാരി ജയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
CPM വോട്ട് കൂടി കൊണ്ടാണ് ഞാൻ ജയിച്ചത്. 10,000-ലേറെ വോട്ട് CPM നിന്ന് എനിക്ക് ലഭിച്ചു വന്നു. എന്തായാലും CPM ഇപ്പോൾ ബംഗാളിൽ ഒരു കനൽത്തരി ബാക്കിയുണ്ട്. മീനാക്ഷി മുഖർജിയും മുഹമ്മദ് സലീമും, CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും ഒക്കെ പുതിയ ഒരു ഊർജത്തിന്റെ വക്കിലാണ്. ഇനി ബംഗാളിൽ CPM വീണ്ടും കരുത്താർജിച്ച് വരും. മമതാ ബാനർജി എന്ന ഏകാധിപതിയായ വനിതയുടെ പതനം ആഘോഷിക്കുകയാണ് ബംഗാളിൽ എൻ്റെ സുഹൃത്തായ ഭാസ്കർ അടക്കമുള്ള മലയാളികളായ CPMകാർ. അവർക്ക് CPM എന്ന് പറയാൻ തന്നെ ഭയമായിരുന്നു 15 വർഷക്കാലം. CPM കുടുംബത്തിലെ സ്ത്രീകളെ തൃണമൂൽ ഗുണ്ടകൾ മാറി മാറി ബലാത്സംഗം ചെയ്തു. CPM അംഗങ്ങളുടെ വീടുകൾ അഗ്നിക്കിരയാക്കി. അവർ അവിടെ നിന്ന് പലായനം ചെയ്തു കേരളത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി. ആ ഗ്രാമങ്ങളിലേക്ക് അവർ മടങ്ങിയെത്തുന്നു. ആ മടങ്ങിയെത്തലാണ് മമതാ ബാനർജിയുടെ പതനം. ഇന്നലെ മമതാ ബാനർജി പറയുന്നത് കേട്ടു, BJPയെ തകർക്കാൻ വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിക്കണമെന്ന്. പക്ഷേ ബംഗാളിലെ CPMനെ സംബന്ധിച്ചിടത്തോളം പ്രധാന എതിരാളി BJP അല്ല, മമതാ ബാനർജിയാണ്. അതവർ വോട്ടിലൂടെ തെളിയിച്ചു. CPMന്റെ വോട്ടും കൂടി കിട്ടിയിട്ടാണ് താൻ ജയിച്ചതെന്ന് സുബേന്ദു അധികാരി പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ അത് മാറുന്ന ബംഗാളിന്റെ സൂചനയായി മാറി. ഇനി മമതയുടെ മരുമകനും അനന്തരവനും ഒക്കെ കേസുകളിൽ പെടുമ്പോൾ പ്രതിരോധിക്കാൻ ആരും കാണില്ല. പണ്ടൊരു ചൊല്ലുണ്ട്. ആ ചൊല്ല് എഴുതിയത് പാബ്ലോ നെരൂദയാണ്. അവർ ആദ്യം നിങ്ങളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. അവരാദ്യം എൻ്റെ അയൽക്കാരനെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. അവർ അവസാനം എന്നെ തേടി വന്നു. എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു. ആദ്യം അവർ നിങ്ങളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ അയൽക്കാരനെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ എന്നെ തേടി വന്നു, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ലായിരുന്നു. അതാണ് ഇപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ അനുഭവിക്കുന്ന പാഠം. എന്തായാലും ബംഗാളിൽ വീണ്ടും ചുവപ്പ് വസന്തം. 500-ലേറെ പാർട്ടി ഓഫീസുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് മുഹമ്മദ് സലീമിന്റെ നേതൃത്വത്തിലുള്ള CPM തിരിച്ചു വന്നിരിക്കുന്നു.